പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77 അധ്യായം അതിലെ 14 വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ആമേൻ. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. നാം എല്ലാവരും ദൈവത്തെ സമീപിച്ച് നിരവധിയായ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാറുണ്ട്. രോഗികളായിട്ടുള്ളവർ, പല രീതിയിൽ പല ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർ ദൈവത്തിൻ്റെ ഇടപെടലിനായി ദൈവത്തെ സമീപിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസന്നിധിയിലേക്ക് നിലവിളിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്നവനാണ് ദൈവം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. നാം ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ വർഷങ്ങളോ മാസങ്ങളോ കാലങ്ങളോ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ദൈവം മനസ്സായാൽ ഇപ്പോൾ ഈ നിമിഷം അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ് എൻ്റേത്. ആ ഒരു വിചാരത്തോടെ, ഈ ഒരു വിശ്വാസത്തോടെ, ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു അറിവോടെ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. ദൈവം ഒരു വാക്ക് ഉച്ചരിച്ചാൽ സുഖപ്പെടാത്ത അസുഖങ്ങളില്ല. ദൈവം ഒരു പ്രാവശ്യം കൽപ്പിച്ചാൽ സംഭവിക്കാത്ത അത്ഭുതങ്ങളില്ല. ചെങ്കടൽ പോലും ദൈവത്തിൻ്റെ ഒരു വാക്കിനാൽ, ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാൽ രണ്ടായി വേർപിരിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ അസുഖങ്ങൾ. എത്ര ദുർഘടമാണെങ്കിലും എത്ര അസാധ്യമാണെങ്കിലും സുഖപ്പെടില്ലെന്ന ആരെയെല്ലാം എഴുതിത്തള്ളിയാലും ദൈവം വിചാരിച്ചാൽ, ദൈവം കൽപ്പിച്ചാൽ അതപ്പോൾ ആ നിമിഷം സുഖപ്പെടും. ദൈവം വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ദൈവത്തിന് സമയപരിധിയോ കാലപരിധിയോ ദൈവത്തിൻ്റെ ശക്തികൾക്ക് പരിധികളോ നിശ്ചയിക്കാതെ ഈ ഒരു ഉറച്ച വിശ്വാസം, എൻ്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ഇപ്പോൾ ഈ നിമിഷം ഏത് അസാധ്യ കാര്യവും ഏത് മാറാത്ത രോഗവും സുഖപ്പെടുത്താൻ കഴിവുള്ള എൻ്റെ ദൈവം, ഏത് ആപൽഘട്ടങ്ങളിലും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയ ദൈവമാണ്. രോഗികളെ സുഖപ്പെടുത്തിയ, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമ്മുടെ പ്രശ്നങ്ങളിൽ മേൽ നീളുകയും ദൈവം നമ്മളെ അത്ഭുതകരമായി രക്ഷിക്കുകയും ചെയ്യും. ആമേൻ. ഈ ഒരു വചനം നമുക്ക് രക്ഷാകരമായി തീരട്ടെ. ഈ ഒരു വചനം നമുക്ക് സൗഖ്യം നൽകട്ടെ. ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് ആഴമായ വിശ്വാസത്തിൽ, ആഴമായ ബോധ്യത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവഹിതം നമ്മളിൽ നിറവേറട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന് ശക്തിയാൽ നാം എല്ലാവരും നിറയട്ടെ. ഒരു അത്ഭുത സൗഖ്യം, ഒരു അത്ഭുതകരമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ.